ഇത് കേക്കുള്ള പോലും ഒരു ഉത്തരവാദിത്തമില്ല. ഞാനോർത്ത് അതും വരുവാണോ ഇവരേലോട്ട് വരിക ഒരു OH ഫുള്ള് അല്ലേ വേണ്ട പൈൻറ്റ് മതി. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നില്ലടോ ചേട്ടാ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല ഒന്ന് ആലോചിച്ചോട്ടെ. എന്താ കല്യാണം ഒരു ലിറ്റർ എടുത്ത് എന്നാ ഇയാൾ പോയി വാങ്ങിക്കും. ഞാനിവിടെ കുളത്തിലെ പാലുവെള്ളം മുക്കി അടിക്കുന്ന ആളാണ്. ഒരു ലിറ്റർ എടുത്ത് ആണ്ട ബെൻസിന്റെ വണ്ടി പോലെ ഒരു അപരാധം പോണു. അതെ അത് ബെൻസിന്റെ വണ്ടി തന്നെയാ. എവിടെ അന്ന് പറഞ്ഞു നോക്ക്. അയ്യോ അതെന്റെ വണ്ടിയാ. ആ സാധനം അംബാസഡറുകൾ ഞാൻ ഓടിച്ചിരിക്കുന്നു. ഇത് വിന്റേജ് കാരനാണോടാ? എടാ എടാ അലമ്പല്ലേ വണ്ടി ഇരിച്ചേ. എടാ ബെൻസ് ആർക്കും കൊടുക്കാണ്ട് ഓടിക്കുന്ന വണ്ടിയാ. കണ്ട മനുഷ്യന്മാർക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. എന്റെ വണ്ടി അത് തന്നെയാണ്. ഗിയറെവിടെ? ഗിയറെവിടാ? ഇവിടെ പേടിക്കണം. 2 കിലോമീറ്റർ തന്നെ നിൽക്കാം. എടാ ഗേറ്റിന്റെ അവിടെ പറഞ്ഞ എടാ ഗേറ്റിൽ നിർത്താൻ തന്നെയായിരുന്നു എന്റെ പ്ലാൻ. നിന്നില്ലത് നിർത്താൻ പറ്റുള്ള ഈ സാധനം. ഓടിക്കാനാ വണ്ടി കിട്ടിയപ്പോഴേ പോണ പോക്കോട്ടോ. എടാ താങ്ങിയടാ. എടാ നീ എത്ര ബസ് ഓടിച്ചെന്നാടാ പറഞ്ഞേ? കൊറേ ചുമ്മാണ്ടല്ലോ പട്ടി നിന്റെ അപ്പ തൂക്കി വെച്ചത്. ചേച്ചി നിനക്ക് വീട്ടിലിരുന്നു മനസ്സാക്കിട്ട് ബെൻസിന് ഉള്ള ഗ്യാപ്പൊക്കെ ഉണ്ടോ? നിർത്തലട ബെൻസ് ബാക്കോട്ടോ പോടാ. എന്താണ് പേടിപ്പിക്കലടാ? എടാ നിർത്തടാ. നിന്റെ അച്ഛനല്ല ആനൊന്നുമല്ലല്ലോ. അച്ഛനാ ചവിട്ടാനായിട്ട് കാല് കാണാനില്ല. പിന്നെ എന്തുണ്ടാക്കാൻ അപ്പൂപ്പിന്റെ കാര്യം തട്ടിയാ എന്തിനാ സ്റ്റീറിംഗ് പിടിച്ച് വലിച്ചത്? ഞാൻ ഒതുക്കി വരായിരുന്നു. ബെൻസ് തോന്നിയ ദിവസം കാണിക്കും. സോറി തല്ലല്ലേ. എന്നാ പണിയാ വളരെ. എടാ നിനക്കൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ ബെൻസ് ബ്രോ ഓ AC കണ്ടൻസർ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ലോറാമിനും മണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര കാലമാണ് ഈ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് കൊടുത്തൊരു പുതിയ ഒരെണ്ണം വാങ്ങിക്കും. അതെ നിങ്ങളെ നിന്ന് വാങ്ങിച്ച പൈസ വല്ല ഞാൻ തരാറുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടായിരിക്കും. അല്ല ഇവിടെ പറഞ്ഞതാ. എടാ ആ പാർക്ക് ലൈറ്റ് ഇല്ലേ, നാളെ എവിടെ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചോണ്ടോ? എന്റെ വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് ഒന്നും വേണ്ട മണിയാ. ഞാൻ അങ്ങനെ ചെയ്യോ ബ്രോ? നിങ്ങൾ പോയി റെസ്റ്റ് ഇൻ പീസ് ബ്രോ. ഞാൻ തീരുമാനമാക്കി തരാം. എന്റെ കുട്ടി ഞങ്ങൾ വലിയ മോലാളിയാണ്. കുനിഞ്ഞ് ഞാൻ നട്ടൊന്നും വേണ്ട അടിക്കേ. എന്നാ പിന്നെ ഞാൻ തന്നെ അടിക്കാം. എന്റെ ബെൻസേ നീ അത് വീണ് ഇപ്പോഴത്തെ പിള്ളേരല്ലടാ. എന്റെ കയ്യിൽ നിന്ന് പോയി ഷാജി. നീ അവനൊന്നും കൂടി വിളി വിളി. എടാ എപ്പോ പവി മണി നീ എവിടെയാ? ബെൻസ് ബ്രോ നമ്പർ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ക്ലാമ്പ് നാളെ വെള്ളിയത്. എടാ ഈ നമ്മൾ ഈ ശബ്ദം മെസ്സേജ് ആയിട്ട് അയക്കുമ്പോഴേ
അതവർക്ക് കിട്ടിയോന്ന് അറിയാനായിട്ട്. അതവര് പറയണം. എടാ മണ്ടൻ കുണാപ്പി, നീ കൂടുതൽ എന്നെ മണ്ടനാക്ക. ഇപ്പൊ ആക്കേണ്ട കാര്യമില്ലല്ലേ. ലൂട്ടിക്ക് വീണോ നോക്ക് ബ്രോ. എന്താ? ലൂട്ടിക്ക് നീലശ്ശേരി. ആ. മോനെ പവി, എടാ വിടറാ. അന്നേരത്തെ ടെൻഷനില്. എടാ സോറി മോനെ, നീ എവിടെയാ? ഐ ആം സോറിടാ. നീ എന്തിനാ ഈ കുടിച്ചിരിക്കണേ? റിപ്ലൈ കൊടുക്ക്. ஐயோ மாஸ்டர், மாஸ்டர் சொல்லுங்க மாஸ்டர். நான் இளவரசரா மாஸ்டர் போயிட்டாரு. அன்பே നീ ഞാനും കൂടി വരട്ടെ, എനിക്ക് കാണണം. ആ മനുഷ്യനെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ അല്ലേ നീ കണ്ടിട്ടുള്ളൂ? അതങ്ങനെ മതി എപ്പോഴും. കുട്ടിച്ച നമ്മുടെ കാറിന്റെ ലൈറ്റ് കിട്ടിയ മാസ്റ്റർക്ക് എന്താ പറ്റിയതാ? മാസ്റ്റർക്ക് തീരെ സുഖമില്ലായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ആരോഗ്യമൊക്കെ അങ്ങ് പോയി. പിന്നെ കൂടെ ആരെയും നിർത്തത്തില്ലല്ലോ. നിങ്ങൾ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണേ, ആരോഗ്യം നോക്കണേ. ആ, നിങ്ങൾക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ലടാ. ഇതെന്താ പോലീസ് സ്റ്റേഷനിലെ? ഇവിടെ ഒന്ന് കയറിയിട്ട് പോ. എന്നെ എന്തിനാ ഇങ്ങോട്ട്? എനിക്ക് വീട്ടിൽ പോകണമെന്നേ. ഷാജി എന്താടാ? എന്താണ്